അപ്പൊ പോവാല്ലേ? ഓക്കെ. ചായ കഴിക്കാനൊന്നും വേണ്ടടാ. ആ, രണ്ട് പരദൂഷണം ആയിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഞാൻ പറയുന്നത് ആരാണ് പിന്തിരിപ്പൻ? ആരാണ് പുറകോട്ട് നടക്കുന്നത്? ആരാണ് പുറകോട്ട് നടക്കുന്നത്? ഒച്ച വെച്ച് തോപ്പിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. പുറകോട്ട് നടക്കുന്നത് ആരാണ്? പിന്തിരിപ്പൻ ആരാണ്? സ്റ്റുഡിയോ മുഴുവൻ ഇരുന്ന് സിഗരറ്റിക് എന്ന് ഉച്ചരിച്ചാ പോരാ. സ്വന്തം നിലപാടുകളിൽ സത്യസന്ധത കാണിക്കണം. ഇത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഒരുപാട് ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ ഷാജഹാനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അബ്ദുള്ളയ്ക്ക് ദേഷ്യം വരേണ്ട ഒരു കാര്യവുമില്ല. അബ്ദുള്ള ഈസ് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ഷാജഹാൻ. പക്ഷേ അതെന്തോ എന്നെ പറഞ്ഞു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് തന്നെ ശരിയല്ല. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. അനാവശ്യമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാ? ഏതെങ്കിലും ഒരു രാജാവ്, മഹാരാജാവ് ഏതെങ്കിലും കാലത്ത് ഒരു അതിക്രമം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേര് ഹിന്ദു ആയതുകൊണ്ട് അങ്ങേരെ ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടേണ്ട. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഒരുപാട് അട്രോസിറ്റീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് പറയുമ്പോൾ അത് ഈ പറഞ്ഞ മെച്ചൂർഡായിട്ടുള്ള ഇപ്പോൾ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റുകൾ അത് പരിശോധിക്കട്ടെ. ഇതൊക്കെ നിരുത്തരവാദപരമായ ഇന്റലക്ച്വൽ റബിഷാണ്. ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതും ഇതും മറ്റതും എല്ലാം കൂടെ പറയുക. അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്ത്രിയായിരിക്കുന്ന അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇവിടെ വന്നിരുന്ന് നരേന്ദ്രമോദിയെ പിടിച്ച് ആണയിടുന്നത്. നരേന്ദ്രമോദി പറഞ്ഞു പൈതൃകത്തിൽ അഭിമാനം വേണം ഒരു രാജ്യത്തിന്. ആ പൈതൃകം ഞാൻ പറയുന്നു ഈ സംഗീത്സവം പറഞ്ഞ പൈതൃകമാണെന്ന് ഞാൻ പറയുന്നു. എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സംഗീത്സവം പറയുന്നതിൽ എവിടെയാണ് വസ്തുത? അല്ല, വസ്തുത ഉണ്ടോയില്ല എന്നുള്ളതല്ല. ഞാൻ പറയട്ടെ, സംഗീത്സവം പറഞ്ഞതിൽ വസ്തുതയില്ലാന്ന് തന്നെ വയ്ക്കുക. സംഗീത്സവമിന്റെ കാഴ്ചപ്പാട്, നിലപാട് തെറ്റായിക്കോട്ടെ, ആ നിലപാടിനെയാണ് പ്രധാനമന്ത്രി പിന്തുണച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. പ്രധാനമന്ത്രി എങ്ങും തൊടാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യം വെറുതെ പുരോഗതി പ്രാപിച്ചാൽ പോരാ, തങ്ങളുടെ സംസ്കാരത്തിൽ അഭിമാനം വേണം. ഇതാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്താണ് സംസ്കാരം? അല്ലേ? അപ്പോ ആ സംസ്കാരം, ഞാൻ പറഞ്ഞ സംസ്കാരമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ആണയിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇപ്പൊ ഈ അബ്ദുള്ള ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും അവരുടെ സ്വന്തം കാര്യം വരുമ്പോ അവര് തികഞ്ഞ യാഥാസ്ഥിതികരായിട്ട് പെരുമാറുന്നത് കാണാം. ബാക്കിയുള്ളവരെ ഉപദേശിക്കാനായിട്ട് ഇങ്ങനെ വലിയ പെട്ടിപ്രസംഗം അല്ല. അങ്ങനെ ഏകശിലാത്മകമല്ലല്ലോ. ഏകശിലാത്മകമാണോ അല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ ബഹുത്വം പറയുന്നവര് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോലും അത് കാണിക്കാത്തവരാണ്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് മാറ്റി വെച്ചിട്ട് എവിടെയോ ഇരിക്കുന്ന താജ്മഹലിനെ പറ്റി കേരളത്തിലിരുന്ന് ഗീർവാണം പറയാൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ അഭിമുഖീകരിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നം വന്ന് നിങ്ങളെ പിടികൂടും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് രണ്ടും രണ്ട് പാത്രമാക്കുക. ഇതാണ് KK മുഹമ്മദ് സാറിനെ പോലുള്ളവർ ചെയ്യുന്നത്. അതിന് പകരം സിങ്ക്രറ്റിക് ആണ്, എല്ലാം ചേർന്നതാണ്, അതും ഇതും മറ്റതും എല്ലാം കൂടെ കലർന്നതാണ്. പക്ഷേ എന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റില്ല എന്നൊക്കെ പറയുന്ന പരമഭോഷ്കും കൊണ്ട് ഈ കച്ചവടം കൊണ്ട് നടക്കരുത്. റൈറ്റ്. ശ്രീ രാഹുൽ ഈശ്വർ, എന്നോടല്ല താങ്കളോടാണ് ശ്രീ TG മോഹൻദാസിന്റെ ചോദ്യം. മറുപടി ശ്രീ മാധവ് ജി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരൻ, കേരളത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് എഴുതിയ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലടക്കം ശബരിമലയെ പിന്തുണച്ചിട്ടുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഔദ്യോഗികമായി കക്ഷി ചേർന്ന് ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പോരാടുക. ഏറ്റവും മുതിർന്ന ബൗദ്ധികനായ പരമേശ്വർജി ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, ഈ ശബരിമലയെ പിന്തുണയ്ക്കാൻ എല്ലാ സംഘപ്രസ്ഥാനങ്ങളും തയ്യാറാണോ. 99% ആൾക്കാരും ഗ്രൗണ്ടിൽ ഞങ്ങളോടൊപ്പമാണ് എന്ന് മറക്കരുത് എന്ന് ഓർപ്പിക്കാനും, അതോടൊപ്പം ഇതെല്ലാം നമ്മുടെ പൈതൃകമാണ്, ഈ വൈവിധ്യമാണ് നമ്മുടെ പൈതൃകം, ഈ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാനും ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കാനും, ആ ഉയർത്തിപ്പിടിക്കലാണല്ലോ ഭാരതീയത.
ആ ഭാരതീയതയെ കുറിച്ചാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും കാപട്യം വലിയ ഉയർത്തിപ്പിടിക്കുന്നത് അല്ല രാഹുൽ ഈശ്വർ ഭാരതീയത. രാഹുൽ ഈശ്വറിന്റെ കാപട്യം അല്ല ഭാരതീയത എന്ന് പറയുന്നത്. ഭാരതീയത എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് സത്യസന്ധതയാണ്. 91 വരെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് വരുന്നത് വരെ അവിടെ സ്ത്രീകൾ കയറിയിരുന്നല്ലോ. നിങ്ങൾ വെറുതെ മാധവജിയെ പിടിച്ച് ആണയിടുന്നത് എന്തിനാ? അതിനു മുമ്പുള്ള ആൾക്കാരെ പിടിച്ച് ആണയിടുന്നത് എന്തിനാ? ഫാക്ട് സൊസൈറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ RSSന് തന്റെ ഇടമുണ്ട്. മാധവജി മരിച്ചിട്ട് കാലം എത്രയായി? അപ്പൊ ഇന്നിപ്പോ ഉള്ള മോഹൻജി ഭാഗത്തുനിന്ന് RSSകാരല്ലേ മാധവജിയുടെ പുസ്തകവും കഷത്തി വെച്ച് ഇറക്കിയിരിക്കുന്നു. ഇതൊക്കെ നാണക്കേടാണ്. നിങ്ങളാണ് പിന്നോട്ട് തിരിഞ്ഞ് നടക്കുന്നത് രാഹുൽ ഈശ്വർ. നിങ്ങളിപ്പോ പിന്നോട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ സംസ്കാരം കൊണ്ട് 90% ജനങ്ങൾ എന്താ നിങ്ങൾ ഹിതപരിശോധന നടത്തിയോ നാട്ടില്? 90% പേരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് TV ആക്സസ് ഉണ്ട്. അവിടെ കിടന്ന് നിങ്ങൾ ബഹളം വയ്ക്കും. വേറെ ഇതല്ലാതെ 90% ജനങ്ങളൊന്നും നിങ്ങളുടെ പിന്നാലെ ഇല്ല. എനിക്ക് കുറഞ്ഞ ഒരു 5%-എങ്കിലും പിന്തുണ ഉണ്ടെന്ന് ഞാൻ പറയും. 90% ഒന്നും ഞാനും അവകാശപ്പെടുന്നില്ല. സത്യം എന്താ, ധർമ്മം എന്താ, അത് പാലിക്കാൻ പരമേശ്വർജിയെ ഓർത്തോടെ ഞാൻ പറയുന്നത്. നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അറിയാം. നിങ്ങൾ മാധവജിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കൂടെ പ്രവർത്തിച്ചവനാണ്. ഞാൻ പറയുന്നത് ആരാണ് പിന്തിരിപ്പൻ? ആരാണ് പുറകോട്ട് നടക്കുന്നത്? ഒച്ച വെച്ച് തോപ്പിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. പുറകോട്ട് നടക്കുന്നത് ആരാണ്? പിന്തിരിപ്പൻ ആരാണ്? സ്റ്റുഡിയോ മുഴുവൻ ഇരുന്ന് സിഗരറ്റിംഗ് എന്ന് ഉച്ചരിച്ചാ പോരാ. സ്വന്തം നിലപാടുകളിൽ സത്യസന്ധത കാണിക്കണം. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി. തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ. വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും. കോരിക്കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. കണ്ണോടി. വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരല്ല ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ കൂടെയുള്ള കുറെ പൊട്ടന്മാരും കൂടെ എനിക്കെതിരെ കേസ് എടുത്തുണ്ടായി. ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലേ? അത് വെറുതെ ഇരിക്കും രാഹുൽ ഈശ്വർ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ പൊട്ടൻ നിലപാടുകൾ, നിങ്ങളുടെ കാപട്യം അവസാനിപ്പിക്കുക. നിങ്ങൾ രണ്ട് വള്ളത്തിലും കാലിട്ടുള്ള ഈ വർത്തമാനം ആദ്യം അവസാനിപ്പിക്കുക. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.